ഈ ദിവസങ്ങളിൽ നീ എഴുതിയിട്ടു. നിന്റെ പ്രാർത്ഥന ചില ചലനങ്ങൾ സൃഷ്ടിക്കും. സ്തോത്രം. ഞാൻ ദൈവത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്, ഡെഡായി കിടക്കുന്ന ചില മേഖലകളിൽ പ്രാർത്ഥന ചലനം കൊണ്ടുവരാൻ പോവുക. ഓ ഹല്ലേലൂയ. ആത്മാവിൽ അത് കാണാൻ കഴിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ഒരു ശുശ്രൂഷകനാ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഡെഡായി കിടക്കുന്ന ആത്മാക്കളിൽ ചലനമുണ്ടാകും. ഒരു കുടുംബജീവിതം ഡെഡായി കിടക്കുവാണെങ്കിൽ, വാഗ്ദത്തം നിശ്ചലമായി കിടക്കുവാണെങ്കിൽ എഴുതിയിട്ടോ. ഇന്നത്തെ പ്രാർത്ഥനയിൽ വാഗ്ദത്തങ്ങൾ ചലിക്കും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്റെ പ്രാർത്ഥന നിന്റെ കേടായ അവയവത്തെ ചലിപ്പിക്കട്ടെ. നിന്റെ പ്രാർത്ഥന ബ്ലോക്കായ നന്മയെ ചലിപ്പിക്കട്ടെ. നിന്റെ പ്രാർത്ഥന കുടുംബജീവിതത്തിലെ നിശ്ചലാവസ്ഥയെ വിശ്വസിക്കണം. പ്രാർത്ഥനയ്ക്ക് തൊടാൻ കഴിയും. പ്രാർത്ഥനയ്ക്ക് തൊടാൻ കഴിയും. ഇത് പ്രാർത്ഥിക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, പ്രാർത്ഥിക്കാത്തവർക്ക് മനസ്സിലാകത്തില്ല. ഇന്ന് പകൽ നീ നിയമ കുരുക്കിലാണോ? നീ പൈശാചിക ബന്ധനത്തിലാണോ? ദുഷ്ട ആധിക്യത്തിലാണോ? നിന്റെ ഒരാളുടെ പ്രാർത്ഥന എഴുതിയിട്ടോ അവിടെ ചലനങ്ങൾ സൃഷ്ടിക്കും.